രാജ്യതന്നെ വാർത്തകളുടെ സ്വാഗതം. വാർത്തകളുടെ വേഗത്തിൽ അലഞ്ച പ്രധാന വാർത്തകൾ. ശ്രീ റോബർട്ട് കന്നനയ്ക്കൽ വീണ്ടും പ്രതിനിധി യോഗ സെക്രട്ടറി. മതാധ്യാപക ദിനം ആഘോഷിച്ചു. മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ദേവാലയ തിരുനാളിന് കൊടിയേറി. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ ഞായറാഴ്ച പ്രതിനിധി യോഗം നടന്നു. 2025-2028 കാലഘട്ടത്തിലെ ആദ്യ പ്രതിനിധി യോഗം കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് 5:30 മുതൽ നടന്നു. പുതിയ പ്രതിനിധി യോഗം സെക്രട്ടറിയായി ശ്രീ റോബർട്ട് കന്നനയ്ക്കലിനെ ഏകകണ്ഠേന തിരഞ്ഞെടുത്തു. ഒരു വർഷത്തേക്കുള്ള പള്ളിയുടെ ഇന്റേണൽ ഓഡിറ്റേഴ്സ് ആയി ശ്രീ യേശുദാസ് അറക്കേസിനെയും ശ്രീ അലക്സ് അയ്യങ്കേരിയെയും തിരഞ്ഞെടുത്തു. 2026 ജനുവരി മാസത്തിൽ നടത്തുന്ന കപ്യൂച്ചിൻ ധ്യാനത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. ധ്യാന ഒരുക്കത്തിനായുള്ള കമ്മിറ്റിയുടെ ജനറൽ കൺവീനറായി ശ്രീ ഷോബി കന്നനയ്ക്കലിനെയും ജോയിന്റ് കൺവീനേഴ്സ് ആയി ശ്രീ റിപ്സൺ ആളൂർ, ശ്രീമതി മേഴ്സി ഫ്രാൻസിസ് എന്നിവരെയും തെരഞ്ഞെടുത്തു. സ്നേഹാലയത്തിൽ നിന്ന് വാങ്ങിയ ഭൂമിയിൽ കോൺക്രീറ്റ് മതിൽ കെട്ടുന്നതിന് പ്രതിനിധി യോഗം അനുവാദം കൊടുത്തു. യോഗത്തിന് ശേഷം പ്രതിനിധി യോഗാംഗങ്ങൾക്കുള്ള പരിശീലന ക്ലാസ് ഉണ്ടായിരുന്നു. പരിശീലന ക്ലാസ്സിന് നേതൃത്വം വഹിച്ചത് റവറൻ ഡോക്ടർ സാജൻ പിണ്ടിയൻ, റവറൻ ഡോക്ടർ ലിജോ പെല്ലിശ്ശേരി എന്നിവരായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച മതാധ്യാപക ദിനം ആഘോഷിച്ചു. മതാധ്യാപകർ തങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ചാൾസ് ബൊറോമിയോയുടെ തിരുനാൾ ആഘോഷിച്ചു. അന്നേ ദിവസത്തെ വിശുദ്ധ കുർബാനയ്ക്ക് റവറൻ ഫാദർ ടിൻഡോ SJB മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിശുദ്ധ കുർബാനയെ തുടർന്ന് ACC വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ എല്ലാ അധ്യാപകർക്കും ആശംസകളും കാർഡും പൂക്കളും നൽകി ആദരിച്ചു. ACC വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ടീച്ചർക്ക് ഒരു കത്ത് എന്ന അധ്യാപക ദിന പരിപാടിയിൽ നഴ്സറി മുതൽ ACC ഉൾപ്പെടെ എല്ലാ കുട്ടികളും പ്രിയ അധ്യാപകർക്ക് കത്തുകൾ എഴുതി പള്ളി മോണ്ടകത്ത് പ്രദർശിച്ചത് നവ്യാനുഭവമായി. തുടർന്ന് നടന്ന സ്റ്റാഫ് ആൻഡ് PTA മീറ്റിംഗിൽ വികാരി അഡ്വക്കേറ്റ് ഫാദർ ഫ്രാങ്കോ പുത്തിരി, റവറൻ ഫാദർ ടിൻഡോ SJB, ബ്രദർ ജോയ്സ് ഓലയെടുത്ത്, കാറ്റഗിസം പ്രിൻസിപ്പൽ വെറോണിക്ക ടീച്ചർ, PTA പ്രസിഡന്റ് ശ്രീ ബിജു പോൾ അയ്യങ്കേരി എന്നിവർ സന്നിഹിതരായിരുന്നു. മീറ്റിംഗിൽ PTA തങ്ങളുടെ സ്നേഹസമ്മാനം ടീച്ചേഴ്സിന് കൈമാറി. ആശംസ അറിയിച്ചതോടൊപ്പം PTA പ്രസിഡന്റ് ശ്രീ ബിജു പോൾ അയ്യങ്കേരി സ്പോൺസർ ചെയ്തിരുന്ന ലാപ്ടോപ്പ് വിശ്വാസ പരിശീലന യൂണിറ്റിന് കൈമാറുകയും ചെയ്തു. സ്നേഹവിരുന്നോടുകൂടി യോഗം സമാപിച്ചു. മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ദേവാലയത്തിൽ തിരുനാളിന് കൊടിയേറി. രാജാതിരാജനായ ക്രിസ്തുരാജന്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും സംയുക്ത തിരുനാൾ നവംബർ 21, 22, 23, 24 തീയതികൾ ആഘോഷിക്കുന്നു. നവംബർ 14 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് റവറൻ ഡോക്ടർ വിൻസെന്റ് ആലപ്പാട് തിരുനാൾ കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് 8 മണിക്ക് മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ കപ്പേടയിലും തിരുനാൾ കൊടിയേറ്റം നടത്തി. ഞായർ ഒഴികെ എല്ലാ ദിവസവും വൈകിട്ട് 6-നായിരിക്കും നവനാൾ കുർബാനകൾ. കാഴ്ച സമർപ്പണം നടത്തുന്ന യൂണിറ്റുകൾ. നവംബർ 15 ശനി തിരുക്കുടുംബം സെന്റ് മേരീസ് വിശുദ്ധ മിഖായേൽ യൂണിറ്റുകൾ. നവംബർ 16 ഞായർ രാവിലെ 6:30 വിശുദ്ധ കുർബാന. കാഴ്ച സമർപ്പണം നടത്തേണ്ടത് സെന്റ് ജോർജ് സെന്റ് പീറ്റർ യൂണിറ്റുകൾ. നവംബർ 17 തിങ്കൾ സെന്റ് സെബാസ്റ്റ്യൻ സെന്റ് അൽഫോൺസ് യൂണിറ്റുകൾ. നവംബർ 18 ചൊവ്വ സെന്റ് വിൻസെന്റ് ഡി പോൾ സെന്റ് സേവിയർ ലിറ്റിൽ ഫ്ലവർ യൂണിറ്റുകൾ. നവംബർ 19 ബുധൻ സെന്റ് ജോസഫ് ഫ്രാൻസിസ് അസിസി യൂണിറ്റുകൾ. നവംബർ 20 വ്യാഴം ക്രിസ്തുരാജ ഇൻഫന്റ് ജീസസ് യൂണിറ്റുകൾ. തിരുനാൾ സപ്ലിമെന്റ് പ്രകാശനം നിർവഹിച്ചു. മേരി മാത മേജർ സെമിനാരി പ്രൊഫസർ റവറൻ ഡോക്ടർ വിൻസെന്റ് ആലപ്പാട് തിരുനാളിന് സപ്ലിമെന്റ് പ്രകാശനം ചെയ്തു. CLC ഓൺലൈൻ മീറ്റിംഗിലെ പ്രധാന തീരുമാനങ്ങൾ. പുൽക്കൂട് പണിയാനും ക്രിസ്മസ് ട്രീ കൂപ്പൺ നടത്താനും തീരുമാനമായി. തിരുനാൾ ദിനത്തിൽ പ്രദക്ഷിണം കഴിഞ്ഞ് നാരങ്ങ വെള്ളം കൊടുക്കാമെന്ന് തീരുമാനിച്ചു. ഡിസംബർ 8 മാതാവിന്റെ അമലോത്ഭവ തിരുനാളും നേർച്ച പായസ വിതരണവും CLC ഏറ്റെടുത്ത് നടത്തുന്നതിന് തീരുമാനമായിട്ടുണ്ട്. വിശ്വാസ പരിശീലന അധ്യാപകനായി 35 വർഷം പിന്നിടുന്ന ശ്രീ യേശുദാസ് മാസ്റ്റർക്ക് ഇടവകയുടെ പ്രാർത്ഥനാശംസകൾ. 2ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന കുടുംബം യൂണിറ്റ് അംഗം മേൽട്ട് പാലിക്കുന്ന ബെൽഫിനും ജോസി ബെൽഫിനും വിവാഹ വാർഷിക ആശംസകളുമായി ഹെവൻലി ബ്ലെസ്സിംഗ്.
ഒന്നാം വിവാഹ വർഷം ആഘോഷിക്കുന്ന തിരുക്കുടുംബം യൂണിറ്റ് അംഗം മേലിട്ട് പാലത്തിങ്കൽ ശ്രീ ഫെബിളിനും നിലീന ഫെബിളിനും ഫാമിലി ബ്ലിസിന്റെ വിവാഹ വാർഷിക ആശംസകൾ. ഞായറാഴ്ച രണ്ടാമത്തെ കുർബാനയ്ക്ക് ശേഷം മീഡിയ സെൽ മീറ്റിംഗ് ഉണ്ടായിരിക്കും. നവംബർ 16 ഞായറാഴ്ച രാവിലെ 7 മുതൽ 12 വരെ ചാവറ മാട്രിമോണിയുടെ ഫ്രീ രജിസ്ട്രേഷൻ നമ്മുടെ ദേവാലയത്തിൽ വെച്ച് നടത്തുന്നതായിരിക്കും. നവംബർ 16 തീയതി മുതൽ എല്ലാ മാസവും 8 മുതൽ 12 ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി പള്ളിമുറ്റം എന്ന പേരിൽ ഒരു ഒത്തുചേരൽ സംഘടിപ്പിക്കുന്നു. ഒരുമിച്ച് കളിക്കാനും പഠിക്കാനും ആശയം പങ്കുവയ്ക്കാനുമായി എല്ലാ കുട്ടികളെയും പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ ആഴ്ചയിലെ വായനകൾ ദർശനത്തിലാണ്. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.